എന്തുവാടാ മക്കളെ ഞാൻ കേൾക്കുന്നത്? എടാ കല്യാണം കഴിച്ചോണ്ട് വന്ന ഒരു പെങ്കൊച്ചാടാ അത്. അതിനെ ഇങ്ങനെ എടുത്തിട്ട് നിനക്ക് തല്ലാവോ? എടാ ഒന്നുമില്ലെങ്കിലും കൊച്ചനെ നീ ഒരു ചെറുപ്പക്കാരനല്ലേടാ, ഒരു വകതിരിവൊക്കെ വേണ്ടേടാ നിനക്ക്. ആ കൊച്ചായോണ്ടാ എന്നോട് ക്ഷമിക്കുന്ന അറിയാൻ വേണ്ട. അമ്മാവ ഒരു മിനിറ്റ്. ഇനി ഒന്നാടാ. അളിയോ ആദ്യമായിട്ട് വീട്ടിലോട്ട് വരില്ലയോ? വലുതാലം വെച്ച് കയറുക. കല്യാണം കഴിഞ്ഞ് പുതുമള വേണം വീട്ടിലേക്ക് വന്നാന്നോ? നീ നാശത്തിലേക്കാടാ പോകുന്നേ, നാശത്തിലേക്കാ. 10 വർഷം പ്രേമിച്ച് കല്യാണം കഴിച്ചതാ, ഇപ്പം ഭാര്യയുടെ ടോർച്ചർ കാരണം ഇങ്ങനായി. അയാൾക്ക് അങ്ങനെ സംഭവിച്ചെന്ന് വെച്ചിട്ട് എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ ആണോ? ഡോ എല്ലാരും വീട്ടിൽ കയറുമ്പോ നിങ്ങൾ ചാടി അങ്ങ് കയറുമല്ലോ. എന്റെ വീട്ടിൽ മാത്രം എന്താ ഇത്ര താമസം കയറാന്? കേറി 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 കൊടുക്കടാ. എന്റെ അവസ്ഥ എന്നാടാ നിനക്ക്? ചേട്ടാ ഞാനുണ്ടാക്കിയ ദോശ. ചേട്ടാ ഞാനുണ്ടാക്കിയ ഉള്ളിക്കറിയാ, കഴിക്ക് കഴിക്ക്. അയ്യോ ഞാനുണ്ടാക്കിയതല്ലേ, കഴിക്ക്. ഇതാ കഴിക്ക്. എനിക്ക് ദോശയുടെ കൂടെ ഉള്ളിത്തീയൽ എനിക്ക് ഒട്ടും പറ്റത്തില്ല. അതെന്താ കഴിച്ചാല്? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതില്ലേ, തനിക്കെന്താ കഴിച്ചാല്? തനിക്ക് ബാക്കിയുള്ളവരുടെ വീട്ടിൽ പോകുമ്പോൾ നല്ലതായിട്ട് കഴിക്കാൻ പറ്റുമല്ലോ, ഞാൻ ഉണ്ടാക്കി എന്താ കഴിക്കാത്തത്? ഇത് മൊത്തം കഴിച്ചിട്ടേ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേക്കത്തുള്ളൂ. നന്നായിട്ട് കയറ്റിയല്ലയോ? നന്നായിട്ട് കയറ്റിയല്ലോ. ഞാൻ വല്ലതും കഴിച്ചു നിങ്ങൾ അന്വേഷിച്ചോ? അത് നീ അല്ല, ഇന്ന ഇത് കഴിക്കേ. എനിക്ക് വേണ്ട, ഇത് കഴിക്കേ. എനിക്ക് ഉള്ളിക്കറി ഇഷ്ടമല്ല. ശരി കഴിക്കേ. എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ചുമ്മാ എന്നെ ടോർച്ചർ ചെയ്യല്ലേ. അതെടി അതെ, പിന്നെ അടിപൊളിയാ. കുറച്ചു നേരം കൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുമല്ലയോ, ഞാൻ അപ്പുറത്തോട്ടൊന്ന് പൊക്കോട്ടെ. എന്നെ നോക്കിക്കൊണ്ട് ഇവിടെ ഇരുന്നാൽ എന്താ കുറച്ചു നേരം? എപ്പോഴും അങ്ങ് ഫോണിൽ കളിക്കണം, ഇതേ ഉള്ളു വിചാരം. അതിന് എന്റെ ഫോൺ എപ്പോഴും നിന്റെ കയ്യിലല്ലയോ? അതിന് ഈ ഫോണിൽ നിന്ന് വിളിച്ചാൽ എന്താ? ഇവിടെ ഇരുന്നാൽ മതി, എങ്ങോട്ട് പോകുന്നില്ല. ഏതോ രാത്രി മഴ മൂളി വരും പാട്ട്, പണ്ടേ പണ്ട് തൊട്ടെന്നുള്ളിലുള്ള പാട്ട്. പെണ്ണുങ്ങളെന്ന് പറയുന്നത് നിലവിളക്കാണ്. ചില സമയത്ത് അവരൊക്കെ കരിവിളക്കാവാറുമുണ്ട്. അപ്പം നീ ഒരു കാര്യം ചെയ്യണം, ചേച്ചി മെനക്കിയിട്ട് വെള്ളിവിളക്കാക്കാൻ നോക്കണം. അതേ ഈ അമ്മാവന് പറയാൻ പറ്റത്തുള്ളൂ. എന്നെ എങ്ങോട്ട് പോകാൻ സമ്മതിക്കത്തില്ല, ഒരു നിമിഷം പോലും സമാധാനം തരത്തില്ല. അക്കളൊരു കാര്യം ചെയ്യും, എത്രയും പെട്ടെന്ന് അവക്കൊരു ജോലി റെഡി ആയി കൊടുക്ക്. അത്രയും നേരമെങ്കിൽ മോന് സമാധാനം കിട്ടും, ഉറപ്പാ. അത് കൊള്ളാം. अगर तुम मिल जाओ समाधाനം जोड़ देने हम, अगर तुम मिल जाओ. അങ്ങോട്ട് മാറി ഇങ്ങോട്ട് തോച്ചു. ഓ എത്ര നേരം കൊണ്ട് ചെറുക്കനെ കിടന്ന് വിളിക്കുവോ? എത്ര നേരം കൊണ്ട് നിന്നെ ഞാൻ കിടന്ന് വിളിക്കുന്നു, നീ എന്തോ ഇതിന് മാത്രം ബിസി? എന്തേ വിളിക്കുന്നത്? ഞാനൊന്ന് കേക്കട്ടെ. നിങ്ങൾക്ക് എന്താ എന്റെ അടുത്ത് 5 മിനിറ്റ് സംസാരിച്ചാല്? മോളെ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ മുതൽ എന്റെ അടുത്ത് സംസാരിക്കില്ലയോ? ഓഹോ, വിളിച്ചതിന് ഇപ്പൊ കണക്ക് പറയുക അല്ലയോ? നിങ്ങൾ കസ്റ്റമർ കെയറിനോട് 2 സെക്കൻഡെങ്കിലും സംസാരിക്കുന്നില്ലയോ? എന്നോട് ഇപ്പൊ സംസാരിക്കുന്നതിന് മാത്രമുള്ള ബുദ്ധിമുട്ട്, ബാക്കിയുള്ളവരോടെല്ലാം നിങ്ങൾക്ക് സംസാരിക്കാം. എനിക്കിപ്പോ എല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്നെ നിങ്ങൾക്ക് ഇപ്പൊ വേണ്ട. എന്നെ വേണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ എന്നെ കെട്ടിയത്? എടി മോളെ, ഞാൻ ജോലി. ഓ, നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ ജോലിയാ വലുത്.
നമ്മുടെ ദിവാകരൻ അറ്റാക്ക് വന്നായിരുന്നു. അപ്പൊ അവനെ കാറിലൊന്ന് കൊണ്ടുപോകണമായിരുന്നു. അതിന് നിന്നെ വിളിക്കാൻ വേണ്ടി വന്നതാ. കുഴപ്പമില്ല, അതിലും വലിയ ശമ്പളം ഇവിടെ നടക്കില്ല. ശാരല്ല, കണ്ടിന്യൂ ചെയ്തോ. പേടിച്ചെന്താടാ, ഇതങ്ങനെയാ. എന്താ ഇവിടെ എടുക്കാത്തെ? ഹലോ ഹലോ ഹലോ, എടി എടി എടി, ഒരു OTP വന്നിട്ടുണ്ട്. എമർജൻസിയോ? ഒന്ന് പറഞ്ഞു തരുമോ? ഞാനിപ്പോ തിരക്കില്ല, ഒന്ന് വെച്ചേ ഒന്ന്. അയ്യോ ഒന്ന് പറഞ്ഞു തന്നിട്ട്. അയ്യോ എനിക്ക് ഞാനിപ്പോ ഇച്ചിരി തിരക്കാം, കസ്റ്റമർ ഒക്കെ ഉണ്ട്, ഞാൻ ഇച്ചിരി തിരക്കാം. അയ്യോ ഒന്ന് കഷ്ടമുണ്ട്. നിങ്ങളോട് പറഞ്ഞില്ലേ ഇവിടെ ഒരു കസ്റ്റമർ ഉണ്ടെന്ന്, ഞാൻ തിരക്കിലാണെന്ന്. ഒന്ന് വെച്ചിട്ട് പോയേ. എന്തുവാണ് പ്രത്യേക സ്നേഹം? അതെ, അമ്മാവന്റെ മോടെ കല്യാണം എന്നായിരുന്നു? അടുത്ത ആഴ്ച. പോവണ്ട കേട്ടോ. അല്ല, പോയേ പറ്റൂ. പോകുന്നില്ല. എന്റെ തലപ്പിടി സത്യവിട്, സത്യവിട്, തലപ്പിടി സത്യവിട്. പിന്നൊരു കാര്യം, ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ആര് ചോദിച്ചാലും ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ അത് എന്റെ തലയിൽ. നിന്റെയൊക്കെ ഒരു കല്യാണം വന്നപ്പോ ഞാൻ എന്തോരം കിടന്ന് കഷ്ടപ്പെട്ടാന്ന് നിനക്ക് അറിയാവോടാ. എന്നിട്ട് എന്റെ ഒരു കൊച്ചിന്റെ കല്യാണം വന്നപ്പോ നീക്ക് എന്താണ് അങ്ങോട്ടൊന്ന് കേറാഞ്ഞേ? അല്ല അമ്മാവ, അത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പോണമെന്ന്. നിങ്ങൾ എന്താ പോവാഞ്ഞത്? ഇന്നലെ വന്ന ആ കൊച്ചിന് ബോധമുണ്ട്, നിനക്കതില്ലാതായി പോയല്ലോടാ. കണ്ടു പടി. ഇനി ആ പടിക്ക് ഞാൻ കേറത്തില്ലടാ നിന്റെ ഒന്നും ഒരു കാര്യത്തിന്. എന്താന്ന് വെച്ചാ ചെയ്തോ. നിങ്ങൾ എനിക്ക് പ്രോമിസ് തന്നതാ, നിങ്ങൾ എന്നെ ചതിച്ചു. നിങ്ങൾ എന്നോട് പ്രോമിസ് പറഞ്ഞതാ. എന്നെ എന്റെ കൂട്ടുകാരുടെ കല്യാണത്തിന് കൊണ്ടുവന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടുപോയോ? നിങ്ങൾ ചതിയനാ, ചതിയൻ. സിറ്റുവേഷൻ ഒരു സിറ്റുവേഷനും ഇല്ല. വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കാൻ പഠിക്കണം. ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ വേണ്ട. ഇനി മേലെ ഞാൻ നിങ്ങളോട് മിണ്ടത്തില്ല. ഒരു മിനിറ്റ് കൂടെ എന്നോട് സംസാരിക്കേ. ഭയങ്കര ക്ഷീണം. ഉറങ്ങാ. നമുക്ക് ഒരു മിനിറ്റ് കൂടെ സംസാരിക്കാം പ്ലീസ്. ഒരു മിനിറ്റ് കൂടെ സംസാരിക്കാൻ എന്നോട് പ്ലീസ്. അളിയ, എത്ര നാളായടാ കണ്ടിട്ട്? എന്റെ കല്യാണമാ ഇന്ന് അളിയാ കൂടി. അളിയൻ എന്തായാലും കല്യാണത്തിന് വരണം. ഞങ്ങളുടെ 5 വർഷത്തെ പ്രണയവാ. ഞങ്ങൾ രണ്ടുപേരുടെ കല്യാണം കഴിച്ച് ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം. അതാണ് എൻ്റെ സ്വപ്നമേ. ഇച്ചിരി വെള്ളം കൊടുത്തേ. അല്ല, വെള്ളം ആർക്കാ? നിനക്ക്. എനിക്ക് വേണ്ട. വേണം. അറക്കാൻ പോകുന്ന കാളക്ക് ഇച്ചിരി വെള്ളം കൊടുക്കുന്ന നല്ലത്. അളിയൻ എന്തോ കുത്തിയതുപോലെ ഇവിടെ ഇരിക്കായിരുന്നോ? എന്റെ കല്യാണമാണ്, വരണം. ഇതെന്തിനാ വെച്ചു? ആവശ്യം വരും. Can I join? Of course.